ആരോടെങ്കിലും എപ്പോഴെങ്കിലും കടക്ക് പുറത്തെന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? അങ്ങക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു മുഖ്യമന്ത്രി ആരായിരിക്കാം? ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അങ്ങനെ ഒരു വിധി വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമസ്കാരം. നമസ്കാരം. ഏതായാലും 50 വർഷം നിയമസഭാ മെമ്പറായിട്ട് പൂർത്തിയാക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യത്തെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് പോലെയാണ്. കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു വ്യക്തിയോട് ഒരു അഭിമുഖം നടത്തേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും നമ്മുടെ വല്ല ഇന്റർവ്യൂകളൊക്കെ പലരും വന്നെടുക്കുന്നല്ലാതെ. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ മാത്രമാണ് കാണാറുള്ളത്. ഞാൻ തന്നെ 2-3 സ്റ്റേജുകളിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ് അവാർഡ് അങ്ങയുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. തിരക്കഥയ്ക്കുള്ള വിനോദയാത്രയ്ക്കുള്ള അവാർഡ് അങ്ങയുടെ കയ്യിൽ നിന്ന്. പക്ഷേ ഇതിലൊന്നും ഞാൻ അങ്ങയുടെ കണ്ണിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതല്ലാതെ കാണുക എന്നുള്ളതൊരു സന്തോഷമുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും സത്യനന്ദിക്കാട് എന്ന് പറയുന്നത് പ്രസിദ്ധനായ ഒരാളാണ്. എനിക്ക് കണ്ടിട്ടുകൊണ്ട് അറിയുകയും ചെയ്യാം, കാണുന്നതിനേക്കാൾ കൂടുതൽ അറിയാം. അത്രയും സന്തോഷം. ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ഞാനൊരു ഫിലിം മേക്കർ ആയതുകൊണ്ട് ഞാൻ ആദ്യത്തെ ചോദ്യം അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിക്കുന്നത്. കാരണം ഈ 50 വർഷത്തെ ജീവിതം ഞാനൊന്ന് ഫോളോ ചെയ്ത് നോക്കി. കാര്യം 17 വയസ്സിൽ ഒരു ഫീസ് കൊടുക്കാൻ ഇല്ലാത്തൊരു കുട്ടിക്ക് സ്വന്തം മോതിരം മൂരി കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു പ്രവർത്തന രീതിയിൽ 27-ാമത്തെ വയസ്സിൽ MLA ആയി. പിന്നെ ഫുൾ ടൈം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്ന മുഴുവൻ ആളുകളുടെ ഇടയിൽ മാത്രമാണ്. ഒരു 2.5 മണിക്കൂർ നേരം ഈ ബഹളങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഒരു തിയേറ്ററിൽ നിന്ന് ഒരു സിനിമ കണ്ട കാലം ഓർമ്മയുണ്ടോ? വളരെ ചെറുപ്പത്തിൽ എനിക്ക് സിനിമ കാണുന്നത് വലിയ താല്പര്യമായിരുന്നു. വിദ്യാർത്ഥി യുവജന രംഗത്തൊക്കെ നിൽക്കുന്ന സമയത്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയവും കൂട്ടത്തിൽ പോകാനുള്ള ഫ്രണ്ട്സും പിന്നെ ടിക്കറ്റ് എടുക്കാനുള്ള പൈസയും 3 ഘടകങ്ങളുടെ ഒത്താലേ പോകാനൊക്കത്തുള്ളൂ. അത് 3ഉം കൂടെ ഒത്തു വരുന്നത് പലപ്പോഴും നടക്കാതെ വരും. അപ്പം വളരെ കുറച്ച് ആയി സിനിമ കാണൽ. അത് കഴിഞ്ഞ് MLA ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം വളരെ കാരണം സമയത്തിൻ്റെ ഒരിതുകൊണ്ട് നമ്മൾ സാധ്യത വളരെ കുറവായി വന്നു. പിന്നെ മാത്രമല്ല അതിനിടയിൽ ആരെങ്കിലും ഒന്ന് ഡിസ്റ്റർബ് ചെയ്യും ഒരു സിനിമ കാണാൻ ഇരുന്നാൽ അല്ലേ. അപ്പം അത് എനിക്കറിയാം. അത് കാരണം കേട്ടറിവാണ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് അറിയാം. ശരിക്കും എനിക്ക് രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ വിഭാഗത്തിനോട് അങ്ങനെയുള്ളതല്ല. നമുക്കിപ്പോൾ കേരളത്തിൽ നമുക്കറിയാമല്ലോ, നിഷ്പക്ഷരാണല്ലോ ഭരണം പോലും നിയന്ത്രിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് എന്നും കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർ എന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യും. അതിൻ്റെ ഇടയിലുള്ള ആളുകളാണ് ഇത്തവണ നമുക്ക് ആര് തിരഞ്ഞെടുക്കും അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് കണ്ടാൽ മതി. ഞാനും ശ്രീനിവാസനും കൂടി ശ്രീനിവാസൻ എഴുതിയിട്ട് ഞാൻ സംവിധാനം ചെയ്ത സന്ദേശം എന്നൊരു സിനിമ വളരെ ഇപ്പോഴും 30 കൊല്ലങ്ങൾക്ക് ശേഷവും പറയപ്പെടുന്നതാണ്. അപ്പോൾ അത് ഈ നിലയ്ക്ക് കണ്ടിരിക്കാൻ സാധ്യതയില്ല, കണ്ടിട്ടുണ്ടാവില്ല. അതിൽ 2 വിഭാഗങ്ങളെയും പ്രതീകാത്മകമായിട്ടാണ് എങ്കിലും 2 വിഭാഗങ്ങളെയും നമ്മൾ സർക്കാസ്റ്റിക്കായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഒരു സാമൂഹ്യ വിമർശനം, പക്ഷേ ഹ്യൂമറസ് ആണ്. അതുകൊണ്ടാണ് ആ പടം ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം അത് റിലീസ് ചെയ്ത കാലത്ത് എനിക്കും ശ്രീനിവാസനും കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് കുറേ ഭീഷണി കത്തുകൾ കിട്ടിയിരുന്നു. ഒരൊറ്റ കോൺഗ്രസ്സുകാർ എതിർത്ത് പറഞ്ഞിട്ടില്ല. 2 പേരും ഒരേപോലെയാണ്. വിമർശിച്ച് ഒരേപോലെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ അത് ആ ഒരു പ്രതീകത്തിലുള്ളതാണ് എങ്കിലും വേണമെങ്കിൽ പറയാം. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വിമർശന കത്തുകൾ, ഭീഷണി കത്തുകൾ. അപ്പം ഞാനും ശ്രീനിവാസനും ഒന്നിച്ചിരുന്നിട്ട് അത് പൊട്ടിച്ച് വായിച്ച് ചിരിക്കാറുണ്ട് അന്നത്തെ കാലത്ത്. പക്ഷേ കോൺഗ്രസ്സുകാരും ഒരു ഭീഷണി കത്ത് എഴുതുകയോ എപ്പോഴെങ്കിലും കാണുമ്പോൾ നല്ലതെന്ന് പറയുകയോ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമയെ 2 വിഭാഗങ്ങൾ എങ്ങനെയാണ് ആ 2 രീതിയിൽ കാണാനുള്ള കാരണം, ഒരു സങ്കല്പം? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിമർശനത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഒരിക്കലും അനിക്കുന്ന ഒരു സ്വഭാവമില്ല. ആരെങ്കിലും അങ്ങനെ ഒരു സമീപനം എടുത്താൽ നേതൃത്വം നിരുത്സാഹപ്പെടുത്തും. കാരണം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയമാകണം.
നമ്മൾ ക്ലോസ്ഡ് മൈൻഡായി ആരും പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ല, വിമർശനം കേൾക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ പോകുന്നത്, എൻ്റെ വിചാരം ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന തെറ്റാ. അത് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് പൊതുജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന്, പൊതുപ്രവർത്തകരെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുക. ഈ പത്രങ്ങൾക്കുള്ള സ്വാധീനം അതല്ലേ, സ്ഥാനം അതല്ലേ, ഒരു തിരുത്തൽ ശക്തിയാണ്. ഞാൻ എമർജൻസിയിലുള്ള കാലഘട്ടത്തിലുള്ള പല നന്മകളെയും തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. ഒരു വലിയ മാറ്റം പല രംഗങ്ങളിലും വന്നിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷെ ഒരു ദൂഷ്യം വന്നു, സെൻസറിങ്. മാധ്യമങ്ങളെ നിയന്ത്രിച്ചതാണ് അന്ന് വന്നിട്ടുള്ള ഒരു പോരായ്മയെന്ന് ഞാൻ കാണുന്നു. മറിച്ചല്ലെങ്കിൽ വളരെയേറെ കാര്യങ്ങൾ അന്ന് ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങൾ വരും. കാരണം അപ്പോൾ അതുകൊണ്ട് പൊതുജീവിതത്തിൽ വിമർശനങ്ങൾക്ക് വിധേയനായിരിക്കണം പൊതുപ്രവർത്തകരും ഭരണാധികാരികളും. അത് പരിധി വിട്ടുപോകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. അത് വേറൊരു കാര്യമാണ്. അത് ശരിയല്ല. സ്വയം ശുദ്ധീകരിക്കാനുള്ള ഒരിതാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇത് ആളുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിധത്തിലാണ്. അപ്പം അത് തെറ്റരുത്, വിമർശനത്തിന് വിധേയമാകരുത് എന്നൊരിതുണ്ട്. നേരെ മറിച്ച് അങ്ങനെ ഒരു ശക്തി ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പോക്കങ്ങ് പോവുക. അതാണ് ശരിയെന്ന് വിചാരിക്കും. തിരിച്ചറിയും. അന്നേരത്തേക്കെല്ലാം കൈവിട്ട് പോകും. സത്യം. ഈ സാധാരണ ഒരു മനുഷ്യരുടെ സ്വകാര്യമായ ചില ചെറിയ ചെറിയ ആനന്ദങ്ങളുണ്ട്. ഇപ്പോൾ പാട്ട് കേൾക്കുക, പുസ്തകം വായിക്കുക, പ്രകൃതിയെ അറിയുക, കുടുംബത്തോടൊപ്പം ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക, ഇതൊക്കെ മിസ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതിന് ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സമയം പലപ്പോഴും അനുവദിക്കാറ്. സമയം ആളുകളും അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പം ഇപ്പം ഞാൻ ഇതിലെല്ലാം കൂടെ കിട്ടേണ്ട മാനസിക ആ ഒരു സുഖം ഞാൻ ജനക്കൂട്ടത്തിൽ കഴിയുമ്പം കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പുസ്തകം ജനങ്ങളാണ്, അതാണ് വായിക്കുന്നത്. അത് സാധാരണക്കാരിൽ നിന്ന് പലതും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം ജനസമ്പർക്ക പരിപാടി ഞാൻ നടത്തിയിട്ടുള്ളത്, വലിയ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഈ റെഡ് ടൈപ്പിസത്തിൽ കിടക്കുന്നതിന് തീരുമാനം ഉണ്ടാകുന്നുണ്ട്, പലർക്കും സഹായം കൊടുക്കുന്നുണ്ട്. ഇവരൊന്നുമല്ല ശരിയായ ബെനിഫിഷ്യറി ഞാനാണ്. എനിക്ക് ഇത്രയും അധികം ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന അവസരത്തിൽ അവരുടെ ഓരോരുത്തരും വന്നിരിക്കുന്ന വെറുതെ ഇരിക്കുന്നവർ വരികയല്ല, അവരുടെ ജീവിത പ്രയാസങ്ങൾ പറയാൻ വന്നിരിക്കുക, അവരുടെ ദുഃഖങ്ങൾ പറയാൻ വന്നിരിക്കുക. അത് കേൾക്കുമ്പോഴാണ് നമ്മൾ പോലും അത്ഭുതപ്പെടുന്നത്, ഇതൊക്കെയാണോ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പം ഞാൻ മുഖ്യമന്ത്രിയായി പല സ്ഥലത്ത് ചെല്ലുമ്പോൾ നിവേദനങ്ങൾ കിട്ടും. എന്താ, ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അത് കിട്ടുന്നില്ല. എന്താ? അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അത് വന്ന് ഇവർക്ക് അറിയത്തില്ലാത്തതിന് അവരെ അറിയിക്കാനുള്ള പരിപാടി. പിന്നെ അപേക്ഷ കൊടുത്താൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തള്ളുന്ന രീതി, അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഓർഡേഴ്സ് ഇറക്കി. അത് കഴിഞ്ഞും ചെല്ലുമ്പോൾ ഇതേ നിവേദനം വീണ്ടും ആളുകൾ വരിക. തിരക്കുമ്പോഴാണ് അറിയുന്നത് ഈ സഹായങ്ങൾ കിട്ടാൻ ഏറ്റവും അർഹതയുള്ള വിഭാഗത്തിന് ഇതൊന്നും അറിയുന്നില്ല, കിട്ടുന്നില്ലെന്നുള്ളതല്ല, അറിയുന്നില്ല. അവരുടെ വീട്ടിൽ പത്രമില്ല, ടെലിഫോണില്ല, പിന്നെ റേഡിയോ ഇല്ല, ടെലിവിഷനില്ല, ഒരാളും ശ്രദ്ധിക്കുന്നില്ല. അവിടുത്തെ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല. അപ്പം അവരിലേക്ക് ചെല്ലുന്നില്ല. അപ്പം അതിന് ഉള്ള മാർഗങ്ങളാണ് നമ്മൾ കണ്ടെത്തി കാണിക്കേണ്ടത്. അപ്പം ഇവരുമായി സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഓരോരോ പ്രശ്നങ്ങളുടെയും ദുഃഖങ്ങളുടെയും പിന്നിലുള്ള ഒരു രഹസ്യങ്ങൾ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ എത്ര പത്രം വായിച്ചാലും എത്ര ബുക്ക് വായിച്ചാലും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഞാൻ ഈ ആശ്രയ ഒരു പദ്ധതിയുണ്ട്, ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അത് പാവപ്പെട്ടവരെ ഗവൺമെൻറ് ദത്തെടുത്ത് ആ കുടുംബശ്രീ വഴി അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് വേണം, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പിന്നെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. ഭക്ഷണം പാകം ചെയ്യാൻ കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള പരിപാടി അത് വളരെ മാതൃകാപരമായ ഒരു പരിപാടി എന്ന് കണ്ടുകൊണ്ട് അത് ആന്റണിയുടെ ഗവൺമെൻറ് കാലത്താണ് തുടങ്ങിയത്. അത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വ്യാപകമാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള 1-2 വീടുകളിൽ പോകാൻ ആദ്യം ഇതങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് നിന്ന് മനസ്സിലാക്കാൻ അവിടെ ചെല്ലുക. അവിടെ ചെന്ന് ഞാൻ അവരുടെ പിന്നെ കാർഡ് എന്ത് കാർഡാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ റേഷൻ കാർഡ് എടുക്കാൻ പറഞ്ഞു. അപ്പം ഇയാൾ ഇങ്ങനെ ഈ പ്രായം കൂടിയ സ്ത്രീയാണ്. അവർ ഈ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്താ, അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇവർക്ക് റേഷൻ കാർഡില്ല. അപ്പം ഞാൻ അതുവരെ ധരിച്ചത് കേരളത്തിൽ റേഷൻ കാർഡ് ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ഇവിടുത്തെ വലിയ സമ്പന്നന്മാർ, അവർക്ക് റേഷൻ കാർഡ് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് എന്ത് വേണേലും എവിടെ നിന്ന് വേണേലും മേടിക്കാം ആണെന്ന് ധരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അവർക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിലും ഈ അരി മേടിക്കാനുള്ള പൈസ അവർക്കില്ല. 1 കിലോ അരിക്ക് 1 രൂപ കൊടുത്താൽ മതി അവർ. ഇന്നിപ്പോൾ അത് സൗജന്യമാക്കിയിരുന്നു. ഇപ്പോൾ 1 രൂപ 1 കിലോ അരിക്ക് അതുപോലും അവരുടെ കയ്യിലില്ല. അപ്പോൾ എനിക്കൊരു പുതിയ അറിവാണ് കിട്ടുന്നത്. റേഷൻ കാർഡ് ഇല്ലാത്തവരും പാവങ്ങളിൽ പാവപ്പെട്ടവരായിട്ടുള്ളവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അത് നേരെ ഈ അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അറിയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞറിയുന്നതല്ലല്ലോ. അറിയുന്നില്ല. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ പുസ്തകം ജനങ്ങളാണെന്ന് പറയുന്നതാണ്. അപ്പം ചിലരുമായിട്ട് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുമ്പം സഹപ്രവർത്തകർ, എൻ്റെ സ്റ്റാഫും ഒക്കെ ഇവരോട് ഇത്രയും സമയം ചെലവഴിക്കണോ? പക്ഷെ അവരിൽ നിന്ന് എനിക്ക് വിലപ്പെട്ട പല കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. എവിടെയാണ് ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കെട്ടുകളും ബുദ്ധിമുട്ടുകളും ഉള്ളത്? കാരണം അത് നേരിട്ട് അനുഭവിക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. കാര്യം ഒരുപാട് ആളുകളുണ്ടെങ്കിലും എല്ലാവരെയും ഒബ്സർവ് ചെയ്യുന്ന ഒരു കണ്ണ് അങ്ങയുടെ ഉള്ളിലുണ്ടെന്നുള്ളത് തിരിച്ചറിയാണ്. കാര്യം അതാണ് ഈ പാവപ്പെട്ടവരിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്താനുള്ള സാധ്യത. ഇപ്പോൾ ഞാൻ ഈ 50 വർഷത്തെ വെച്ചിട്ട് പറയാം. 50 വർഷം എന്ന് പറയുന്നൊരു ചെറിയൊരു കാലയളവല്ല. 50 വർഷം ഒരു നിയമസഭയിൽ ഒരു മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുക, അതിൻ്റെ ഉള്ളിലെ എല്ലാ നന്മയും തിന്മയും തിരിച്ചറിയുക. ഈ 50 വർഷം മാറി മാറി വന്ന കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രികളുണ്ട് LDFൻ്റെ. അങ്ങക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു മുഖ്യമന്ത്രി ആരായിരിക്കാം? ഇപ്പം PKV മുതൽ അല്ലെങ്കിൽ അച്യുതമേനോൻ മുതൽ നായനാർ, പിണറായി വിജയൻ വരെ എത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ അങ്ങക്ക് ബഹുമാനം തോന്നിയ അല്ലെങ്കിൽ സ്നേഹം തോന്നിയ ഒരു വ്യക്തി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലയോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയാം. പിന്നെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ കാര്യമെടുത്ത് പറയുമ്പോൾ യാതൊരു സംശയമില്ല, അച്യുതമേനോൻ തന്നെയാണ്. അദ്ദേഹം വളരെ ശാന്തനാണ്, വലിയ ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള ഒരു വാശി, അതൊരു പിന്നെ ഈ നമ്മൾ പറയുമല്ലോ ചിലരുടെ പിടിവാശി, അത് തെറ്റായിട്ടുള്ള തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിടിവാശി. പക്ഷേ ശരിയായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാശിയുടെ ആളാണ്. അതിന് അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ ആഭ്യന്തരമന്ത്രി. കരുണാകരന് ഇന്ദിരാഗാന്ധിയായിട്ട് വളരെ അടുപ്പമുള്ള നേതാവാണ്. എന്ന് മാത്രമല്ല ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ അച്യുതമേനോൻ. അപ്പം അതുകൊണ്ട് ആ ഒരു ബന്ധവും കരുണാകരൻ്റെ സഹകരണവും എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിൽ വളരെ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. അതേസമയം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ നേതാക്കളെന്ന് പറയുന്നത് ശ്രീ MN ഗോവിന്ദൻ നായർ, ശ്രീ TV തോമസ്, ശ്രീ TK ദിവാകരൻ. ഇവർ 3 പേര്. ഞാൻ ആദ്യം
MLA ആയിട്ട് വരുന്ന സമയത്ത് ഇവർ 3 പേരും മന്ത്രിമാരാണ്. അപ്പം ഇവരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ ധാരാളം ഒരു പുതിയ MLA എന്നുള്ള നിലയിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ലീഡർ കരുണാകരൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. യോജിച്ചും വിയോജിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട്. യോജിപ്പും വിയോജിപ്പും പൊതുജനത്തിനറിയാം പലപ്പോഴും, അതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റീസായിട്ട് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം ആണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി കൂടുതൽ തിരിച്ചറിയുന്നത്. നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, സിനിമയ്ക്ക് ചിത്രാഞ്ജലി എന്ന് പറയുന്ന സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, പിന്നെ കൈരളി തിയേറ്റേഴ്സിനുള്ള തുടക്കം കുറിച്ചത്, ഇങ്ങനെ ഒരുപാട് നന്മകൾ നമ്മൾ പിന്നീട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് കരുണാകരനിൽ കണ്ടിട്ടുള്ള ഏറ്റവും സവിശേഷമായ സ്വഭാവങ്ങൾ എന്താണ്? ഇത്രയും പ്രായോഗിക ബുദ്ധി കാട്ടുന്ന, അവസരോചിതമായിട്ട് രാഷ്ട്രീയ രംഗത്ത് തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ശ്രീ കെ കരുണാകരനെ പോലെ ഒരാളെ കാണാൻ സാധിക്കില്ല. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുകയും കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹം സമയം പാഴാക്കത്തില്ല എന്നുള്ള ഇതാണ്. ഇവിടെ പറഞ്ഞതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അത് ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള എയർപോർട്ടെന്ന് മാത്രമല്ല, ലോകത്തിൽ തന്നെ നമ്മുടെ മുതൽ മുടക്കും വരുമാനവും തമ്മിലുള്ള അനുപാതം വെച്ച് നോക്കിയാൽ ലോകത്തിലെ തന്നെ മുൻപന്തി നിൽക്കുന്നൊരു എയർപോർട്ടാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു എയർപോർട്ടാണ്. ശ്രീ കെ കരുണാകരൻ്റെ ശക്തമായ ഒരു നിലപാടാണ്. എനിക്കറിയാം, അന്ന് ഞാൻ ധനകാര്യമന്ത്രിയായിട്ടുണ്ട്. പല വിധത്തിലുള്ള എതിർപ്പുകൾ വന്നിട്ടും അതിനെ വകവെക്കാതെ അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞു പിന്നെ അവരൊക്കെ ഇതിന്റെ ഡയറക്ടർ ബോർഡിലൊക്കെയാണ് പേരുകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ശവശരീരത്തിന്റെ മുകളിൽ കൂടെ വിമാനം താഴത്തുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. പേരൊന്നും പറയുന്നില്ല. പക്ഷെ കരുണാകരൻ കാര്യത്തിൽ അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോയി. ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അങ്ങയുടെ മന്ത്രിസഭയുടെ കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ മാധ്യമങ്ങൾ, ഇപ്പോൾ നമുക്ക് ഒരു പുറത്തിരുന്ന് TV കാണുമ്പോൾ നമുക്ക് പോലും വിഷമം തോന്നുന്ന വിധത്തിൽ മാധ്യമങ്ങൾ താങ്കളെ ആക്രമിച്ചിട്ടുണ്ട് പല സമയത്തും. ആരോടെങ്കിലും എപ്പോഴെങ്കിലും കടക്ക് പുറത്തുനിന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലുമില്ലെന്ന് മാത്രമല്ല, എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു ആപത്തും ഉണ്ടാവില്ല. ഞാൻ തെറ്റ് ചെയ്താൽ അതിനൊരു ശിക്ഷ കിട്ടും. അപ്പം ആ ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അതൊരു സത്യമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വിമർശനം വന്നാലും ഞാൻ അതിനെ ഫേസ് ചെയ്യുന്നത്, അത് കേട്ടിട്ട് സന്തോഷമല്ല ഉള്ളത്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, ഫേസ് ചെയ്യാനായിട്ടുള്ള വിഷമങ്ങളുണ്ട്. ഇതൊക്കെയാണേലും ഇതൊക്കെ താൽക്കാലികമാണ്. നാളെ ഇതിന് തെളിയും, നമുക്കൊരു നല്ല സമയം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം. അത് ഒരു സംയമനം പാലിക്കാൻ എനിക്ക് ശക്തി തരുന്നു. എനിക്ക് ആ ഒരു ശക്തിയാണ്. നേരെ മറിച്ച് ഞാൻ തകർന്നു, ഇതോടുകൂടി വേറെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പിടിച്ചു നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷേപങ്ങളിൽ ഒരംശമെങ്കിലും എന്നെ ബാധിക്കുന്നതാണെങ്കിൽ എനിക്ക് ഈ നിലപാടെടുക്കാനൊക്കത്തില്ല. ഞാൻ പതറും. കാരണം നിന്നത് എനിക്ക് ഈ ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു ഹ്യൂമറായിട്ട് കണ്ടാൽ മതി. നമ്മൾ TV ആണല്ലോ അങ്ങയുടെ ഇന്റർവ്യൂകളൊക്കെ കാണാറുള്ളത്. അപ്പം പത്രസമ്മേളനത്തിലൊക്കെ ചില പത്രക്കാർ ചോദ്യങ്ങൾ ചോദിക്കും. അത് കേൾക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് എന്താണ് ചോദിച്ചതെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. അങ്ങ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കും.
എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനോട് സാമ്യം വരുന്നത് നമ്മുടെ ശ്രീനിവാസൻ, എൻ്റെ സുഹൃത്താണ്. ശ്രീനിവാസനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ ശ്രീനി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ഈ ചിരിയുടെ സമയത്ത് അതിൻ്റെ എന്ത് മറുപടി എന്ന് ആലോചിക്കുകയാണ്. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ടോ? ചിലപ്പം ചോദ്യങ്ങൾ മനസ്സിലാകാതെ വരും, ചിലപ്പം ഈ പറഞ്ഞതുപോലെ ഒരു തയ്യാറെടുപ്പിനുള്ള സമയം എടുക്കാണെന്നത് അത് നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്നത് അത് കാണുമ്പോൾ നമുക്ക് ഒരു രസം തോന്നും. കാരണം ചോദിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചോദിക്കുന്നത് എന്താ എന്താ അപ്പോൾ അതിന്റെ ഇടയിൽ ഇവരോട് പറയാനുള്ള മറുപടി രൂപപ്പെടുത്തും. അപ്പോൾ ഞാൻ ശ്രീനിവാസന്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനൊരു ചായ ഉണ്ട്. കാരണം എന്തെങ്കിലും കുനിഷ്ഠ ചോദ്യം ചോദിച്ചാൽ ശ്രീനി അങ്ങനെ ചിരിക്കും. ആ ചിരിയുടെ ഇടയിലാണ് പുള്ളി മറുപടികൾ കണ്ടെത്താൻ ശ്രമിക്കാറുള്ളത്. പിന്നെ ഇപ്പം കഴിഞ്ഞ കൊല്ലം കേരളം മുഴുവൻ വളരെ ചൂട് പിടിച്ച ഒരു ചർച്ച നടന്നതാണ് ശബരിമല. അത് സുപ്രീം കോടതിയുടെ ഒരു വിധി, അത് നടപ്പാക്കാനുള്ള കാലപരിധി സുപ്രീം കോടതി വെച്ചിട്ടില്ല. പക്ഷെങ്കിലും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മുന്നിട്ടിറങ്ങുകയും കേരളം മുഴുവൻ അതിനുവേണ്ടി പ്രചരണം നടത്തുകയും വലിയ വാക്കുകോലാഹലങ്ങളൊക്കെ നടക്കുകയും ഒക്കെ ഉണ്ടായി. അത് ഒരുപാട് പ്രയാസങ്ങൾ, വിശ്വാസികളുടെ മനസ്സിലൊക്കെ കുറേ പ്രയാസങ്ങളുണ്ടായി. അത് നിയമം വേറെ, ആചാരം വേറെ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ എന്ത് നിലപാടാണ് എടുക്കുക? സുപ്രീം കോടതി ഇങ്ങനെ വിധിച്ചിട്ടുണ്ട്, കാലപരിധി വെച്ചിട്ടില്ല. അത് ഏത് നിലപാടാണ് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി എടുക്കുക? ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അങ്ങനെ ഒരു വിധി വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ശ്രീ വി.എസ്. അച്യുതാനന്ദൻ ഇരുന്ന കാലത്താണ് ഈ ആചാരങ്ങൾക്കെതിരായിട്ടൊരു അഫിഡവിറ്റ് കൊടുത്തത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ, ഇത് കോടതി ദീർഘകാലത്തേക്ക് ഈ കേസെടുത്തില്ല. 2016 ജനുവരി ആദ്യം കേസെടുക്കുമ്പോഴാണ് ഇതിൻ്റെ അഫിഡവിറ്റിൻ്റെ വിവരം മനസ്സിലാകുന്നത്. ഇങ്ങനെ ആചാര വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ളൊരു കൊടുത്തു. അന്നേരം തന്നെ കോടതിയിൽ പിന്നെ സർക്കാർ വക്കീലിനെ കൊണ്ട് പുതിയ അഫിഡവിറ്റ് കൊടുക്കുന്നതിന് സമയം ചോദിച്ചു. അപ്പം ചോദിച്ചു, ഇതിന് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. മാറ്റമുണ്ട്. ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഗവൺമെൻറ്റിന് പുതിയ അഫിഡവിറ്റ് അവതരിപ്പിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ശക്തമായിട്ടുള്ള അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റാണ് പൂർണ്ണമായും പിന്താങ്ങിക്കൊണ്ട് ആ സിംഗിൾ ജഡ്ജിയുടെ വിയോജന വന്നിരിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിക്കൊണ്ടാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വിശ്വാസ സമൂഹത്തിന് സ്വന്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിശ്ചയിക്കുന്നതിന് അവകാശമുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അഫിഡവിറ്റ് തിരുത്തി കൊടുത്തത്. അതാണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും ഗവൺമെൻറ് ആ ആസ്പെക്റ്റ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ഒരു വിധി കാണുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ മറിച്ചൊന്ന് വന്നാൽ തന്നെ എങ്ങനെ അതിനെ പ്രായോഗികമായി അതിനെ നേരിടാൻ സാധിക്കും എന്ന നിലയിൽ പരിശോധിക്കുമായിരുന്നു. ഇങ്ങനെ ധൃതി പിടിച്ച തീരുമാനം എടുക്കലായിരുന്നു. അതുപോലെ തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ വലിയ സമ്പത്ത്, അത് സംബന്ധിച്ച് UDF എടുത്തൊരു നിലപാടുണ്ട്. അത് രാജകുടുംബത്തിൻ്റെ വിശ്വസനീയതയിൽ നിലനിർത്തിക്കൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെൻറ്റിനൂടെ പങ്കാളിത്തമുള്ള രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസവും പൂർണ്ണമായി സംരക്ഷിക്കത്തക്ക വിധത്തിൽ ആ സമ്പത്ത് അവിടെ തന്നെ സംരക്ഷിക്കാനും അതിന് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ ചെലവിൽ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാനും ഒക്കെ ഉള്ളതായിരുന്നു സമീപനം. അതിവർ മാറ്റി വന്നു. പക്ഷേ കോടതി തീരുമാനം വളരെ വ്യക്തമായിട്ട് അതിന് അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. അപ്പം ആചാരങ്ങളും വിശ്വാസങ്ങളുമായിട്ട് വരുന്ന കാര്യത്തിൽ നമ്മൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിനകത്ത് രാഷ്ട്രീയമായിട്ട് കാണുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എപ്പോഴും വിശ്വാസികളുടെ ആ വിശ്വാസം നമ്മൾ മാനിക്കണം.
അതെ അതെ ഇത് മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത്. അത് ഒരിക്കലും ശരിയല്ലാത്ത ഒരു സംഗതിയാണ്. അത് അത് കണക്കിലെടുക്കണം, അത് എടുക്കേണ്ടതാണെന്നുള്ള വിശ്വാസമാണുള്ളത്. പിന്നെ നമുക്കിപ്പോൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഇതൊരു ചോദ്യമുദ്രമായിട്ട് കണക്കാക്കുന്ന നല്ലൊരു അഭിപ്രായ പ്രകടനം. അപ്പം ഈ അടുത്ത കാലത്തല്ല കുറച്ച് കാലങ്ങളായിട്ട് രാഷ്ട്രീയം പലർക്കും ഒരു തൊഴിലായി മാറുന്നൊരവസ്ഥ വരുന്നുണ്ട് പൊതുവായിട്ട്. അതായത് ഇപ്പോൾ ഏത് പാർട്ടി ആയാലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒക്കെ ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെടുകയാണെങ്കിൽ ഞാനൊരു ഡോക്ടറാണ്, ഇപ്പോൾ ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ പൊളിറ്റിക്സിലാണ് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ഒരു തൊഴിലായി മാറുന്നൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കാരണം നമുക്ക് ഇവരൊക്കെ അണികളൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ നേതാക്കളുടെ ഉപനേതാക്കളും കഴിഞ്ഞാൽ കുറേ പേര് നമുക്കിതിൻ്റെ അരികു പറ്റി ജീവിക്കുകയാണ്. കാരണം അവർ ഒരു ശമ്പളം വാങ്ങിക്കുന്നില്ല, അവർ ടാക്സ് കൊടുക്കുന്നില്ല, പക്ഷെ അവരുടെ കുട്ടികളൊക്കെ നല്ല സ്കൂളിൽ പഠിക്കുന്നു, അവർ നല്ല ജീവിത നിലവാരത്തിലേക്ക് ഉയരുന്നു. അത് അഴിമതിയിലേക്ക് വളർത്തുന്ന ഒരു സംവിധാനമല്ലേ, അല്ലെങ്കിൽ അതിനുള്ള പ്രവണതയില്ലേ? അതെങ്ങനെയും നമുക്ക് അത് ബോധവൽക്കരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സ്വാതന്ത്ര്യ സമരകാലത്ത് പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ത്യാഗമായിരുന്നു, നഷ്ടപ്പെടാൻ മാത്രമാണ്. പിന്നെ കുടുംബജീവിതം നഷ്ടപ്പെടുന്നു, ജോലി നഷ്ടപ്പെടുന്നു, സ്വത്ത് നഷ്ടപ്പെടുന്നു, ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്നു. അത് ത്യാഗത്തിൻ്റെ കാലഘട്ടം. സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ രാജ്യത്തൊന്നുമില്ല, ദാരിദ്ര്യമാണ്. നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ പോലും അമേരിക്കയിൽ നിന്ന് ഗോതമ്പെത്തിയാലേ ഇവിടെ വിശപ്പടക്കാൻ സാധിക്കത്തുള്ള സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം സേവനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ത്യാഗം കഴിഞ്ഞു, സേവനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പം മൂന്നാമത്തെ ഒരു സ്റ്റേജാണ് ശ്രീ സത്യൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച സംഗതി. അത് ജനങ്ങളുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കും. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താ? ജനവിശ്വാസമാണ്. ഏകാധിപതികളുടെ ശക്തി എന്ന് പറയുന്ന പട്ടാളവും തോക്കുക. പക്ഷെ ജനാധിപത്യത്തിൻ്റെ ശക്തി ജനങ്ങളുടെ വിശ്വാസമാണ്. ജനങ്ങളുടെ വിശ്വാസം എപ്പോഴാണ് വരുന്നത്? ഭരണാധികാരികളും പൊതുപ്രവർത്തകരും മാതൃക കാട്ടുമ്പോഴാണ്. അപ്പം ആ മാതൃകയായിട്ട് നിൽക്കുന്നവര് തെറ്റായ മാർഗം സ്വീകരിച്ചാൽ അത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഓരോ പാർട്ടിയിലും നേതൃത്വം അത് ശ്രദ്ധിക്കേണ്ടതല്ലേ? അത് നേതൃത്വം ശ്രദ്ധിക്കേണ്ടതും പരമാവധി അതിന് മാറ്റങ്ങൾ വരുത്താൻ വയ്ക്കുകയും ചെയ്യണം. ഇപ്പം ഈ അഴിമതി കാര്യങ്ങളെന്നൊക്കെ വരുമ്പോൾ എല്ലാവരും കാണുന്നത് അഴിമതി എത്ര കോടി രൂപയുടെയാണ്, എത്രമാത്രം നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ കാണുന്നത് അതിൻ്റെ നഷ്ടം അതിൻ്റെയൊക്കെ 10 മടങ്ങ് ജനങ്ങൾ സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക. ഇതാണ് ഇത് നമ്മുടെയൊക്കെ പേര് പറഞ്ഞേച്ചത് വേറെ കാര്യങ്ങൾ നടക്കുക. അത് നമുക്ക് താങ്ങാനാവാത്ത വിധത്തിലുള്ള ഒരു നഷ്ടമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാവരും, ഞാൻ എല്ലാവരെയും കുറിച്ച് പറയുന്നതാണ്, ആലോചിച്ച് ഇതാക്കേണ്ടതാണ്. ജനവിശ്വാസം നഷ്ടപ്പെട്ടാൽ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത നഷ്ടപ്പെടും, നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.